അസ്സലാമലൈക്കും. ഇപ്പോൾ നമ്മളെ നാട്ടിലെ പ്രകൃതികളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ പിന്നെ മിഥും പൊന്നും പറഞ്ഞാൽ മാതിരി തന്നെ കേട്ടോ ഞങ്ങളെ നാട്ടിലത്തെ പ്രകൃതിയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ആരും മിഥും പൊന്നും എന്നല്ലേ ഞങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം കേട്ടോ. മിഥു അറിയണേ എൻ്റെ ചെറിയ അനിയനും പൊന്നും അറിയണേ എൻ്റെ അപ്പാപ്പാൻ്റെ ചെറിയ മോളുമാണ് കേട്ടോ. അപ്പോൾ ഓൾക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓരിങ്ങനെ ട്രൈപ്പോഡ് കണ്ടപ്പോൾ ഓൾക്ക് അതിമ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ട്രൈപ്പോഡ് നിങ്ങൾ വീഡിയോ എടുക്കാനായിട്ടില്ല കാരണം. അപ്പോൾ ഓല് സെൽഫി വീഡിയോയിൽ എടുത്ത് വെച്ച് ചെയ്യുന്നുട്ടാ. അങ്ങനെ പിന്നെ ഈ തോട്ടിക്ക് എന്തിനാണ് വന്നിക്കണെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ വണ്ടി കഴുകാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി കഴുകാൻ വേണ്ടി വന്നപ്പം തോട്ടിൽ വെള്ളം കുറവേന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ്. അതിൻ്റെ വലിയ അനിയനാട്ടാ വണ്ടി കഴുകി വൃത്തിയാക്കണത്. അപ്പോൾ ഇപ്പോൾ അവിടെ നാട്ടിലില്ലല്ലോ, അപ്പോൾ ഗൾഫിലല്ലേ. അപ്പോൾ പിന്നെ ഓനാട്ടാ വണ്ടി കൊണ്ടുനടന്നീന്ന്. അപ്പോൾ അങ്ങനെ ഓൻ കഴുകാൻ പോകുന്നപ്പോൾ ഓൻ്റെ വൈത്താലെ ചാടിപ്പോന്നട്ടാ ഞങ്ങളും. അപ്പോൾ വെള്ളത്തിലിങ്ങനെ ഇറങ്ങി കളിച്ചപ്പോൾ എനിക്ക് വെള്ളത്തിലിറങ്ങാൻ പേടി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾ ഈ ഇരിക്കണ ദിമ്മന്നട്ട താഴത്തേക്ക് ഇറങ്ങിന്ന്. അപ്പോൾ ഈ പൊന്നു പറയുന്ന ഈ ചെറിയ കുട്ടി ഉണ്ടല്ലോ, ഓള് എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ പാറമ്മ ചവിട്ടി ഇറങ്ങുക എന്നൊക്കെ. എന്നിട്ട് ഞാൻ ഇറങ്ങിയ മാതിരി ഞാൻ കയറിയിട്ടാ. പക്ഷെ ഓള് ഭയങ്കര ഇൻട്രസ്റ്റിൽ ഇറങ്ങി. ഓൾക്ക് കയറാൻ വെച്ചിട്ടാ. ഓളാണെങ്കിൽ അവളെ താത്താൻ്റെ ചെരുപ്പ് ഇട്ടിരുന്നത്. അപ്പോൾ താത്താക്ക് ബേജാറ് താത്താൻ്റെ ചെരുപ്പ് പോകുന്നുള്ള കേട്ടാ. അപ്പോൾ ആദ്യം ഓളെ ചെരുപ്പ് വേങ്ങി കൈക്ക് പിടിച്ചിരിക്കണം. എന്നിട്ട് മറ്റേ കൈ ഇട്ടാ ഓളെ അനിയത്തിനെ കയറ്റാൻ നോക്കണം. അനിയത്തിക്ക് ഭയങ്കര പേടിയിട്ടാ അവിടെ കയറാൻ വയ്ക്കാനിട്ട്. ഓള് വലിപ്പമില്ലാത്ത കാരണം അവൾക്ക് അവിടെ കയറാൻ ബുദ്ധിമുട്ടിട്ടാ. അപ്പോൾ താത്തി അനിയത്തിയും കൂടി ഭയങ്കര തല്ലാട്ട അവിടെ നടക്കണത്. ഓളാണെങ്കിൽ നിന്ന് കൊഞ്ചാട്ട. അവൾക്ക് കയറാൻ വയ്ക്കണില്ല. അപ്പോൾ താത്താക്ക് ഭയങ്കര കലിപ്പ് ഓള് കയറാത്തതിന്. ലാസ്റ്റ് തല്ലായിട്ടാ. പിന്നെ ഓള് കയറണില്ലെന്ന് കണ്ടപ്പോൾ ഓള് പറഞ്ഞു ഇജ്ജ് അവിടെ നിന്നോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഉണ്ട് അനിയത്തി അറിയണ അനക്ക് ഇന്നെക്കാട്ടിയും വലുതാൻ്റെ ചെരുപ്പാണ് പറഞ്ഞിട്ട് ഏട്ടത്തിനോട് പറയട്ടാ. അങ്ങനെ ഓള് കയറല്ലാതെ അവിടെ തന്നെ ഇങ്ങനെ നോക്കിക്കട്ടെ. എന്ത് പറഞ്ഞിട്ട് കുട്ടി കയറണില്ല കേട്ടോ. കുട്ടിക്ക് പേടിയായിട്ടും. പിന്നെ ഇങ്ങനെ ലാസ്റ്റ് രണ്ടാളും തല്ലായിട്ട് അവിടെ. പിന്നെ ഇപ്പുറം വന്ന് നോക്കിയപ്പോൾ ഉണ്ട് അനിയന് വണ്ടി കഴുകണം കേട്ടോ. അപ്പോൾ അവൻ ഞങ്ങൾ വണ്ടി കഴുകാൻ കൂടെ പറഞ്ഞിട്ടാണ് വന്നിക്കണത് കേട്ടോ. അവൻ വണ്ടി കഴുകണുണ്ട്. ഞങ്ങൾ ആ വെള്ളത്തിൽ കളിച്ച് ചെയ്യുന്നിട്ടാ. ശരിക്കും ആ തോട്ടിൽ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ മഴ പെയ്യുമ്പോൾ. പക്ഷെ എന്താണെന്നാവട്ടോ വെള്ളം മുഴുവൻ പോയിട്ട് കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ. എന്നാലും അവിടെ ഇവിടെ ആയിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇത് തോട് നിറയുമ്പോൾ നല്ല രസമാട്ടോ. ഞാൻ ഇങ്ങനെ കഴിഞ്ഞല്ലല്ലോ അതിൻ്റെ മുന്നത്തെ കൊല്ലമൊക്കെ ഇവിടെ വന്നപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവനുണ്ട് ടയർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് വണ്ടി കഴുകണം കേട്ടോ. പിന്നെ ഓൻ്റെ തുൽമൊക്കെ ഇങ്ങനെ കണ്ടു നിന്നപ്പോഴാണ് മിഥുണ്ട് പൊന്നുവിനെ വിളിച്ചോണ്ടിരാൻ വേണ്ടി പോയിക്കണം കേട്ടോ. മിഥു അല്ല സാധനം. മിഥു പറഞ്ഞ അവൾ കേട്ടിട്ടില്ലെങ്കിൽ മിഥുവിന് വേഗം പ്രഷറാണ് കേട്ടോ. അങ്ങനെ രണ്ടാളും വെള്ളത്തിൽ കളിച്ചിരുന്നു. അപ്പം മിഥു ഓളോട് ഇങ്ങനെ പറയുന്നു ഇങ്ങനെ കയറാന്നൊക്കെ കേട്ടോ. ഈ ഇടുക്ക കൂടി കയറാൻ വേണ്ടി പറയാം. അപ്പോൾ കുട്ടിക്കാണല്ലോ പേടിയിട്ടാണ്. അങ്ങനെ വെള്ളം ഒഴുക്കുള്ള കാരണം ഓൾക്ക് ഭയങ്കര പേടി. രണ്ടാളും ഒരു വലിപ്പമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓൾ ഇങ്ങനെ പേടിച്ച് നിൽക്കട്ടെ. അപ്പം മിഥുവിന് പിരാന്ത് എന്നിട്ട് മിഥു കയറിപ്പോന്നിട്ടാ. ലാസ്റ്റ് പിന്നെ ഓളെ അങ്ങോട്ട് കയറ്റണല്ല. പിന്നെ ആന്തനെ ഇറങ്ങിപ്പോയിട്ട് എന്നിട്ട് ഓള് നിന്നവിടെ ഇങ്ങനെ കൊഞ്ചും. അപ്പോൾ ഞാൻ വേഗം കൊണ്ട് പിടിച്ച് വലിച്ചിട്ടാ. അപ്പോൾ വേഗം കൊണ്ട് പോന്നിട്ടാ. അല്ലെങ്കിൽ ഓൾ അവിടെ നിന്ന് ഇങ്ങനെ കൊഞ്ചുപോയി. അങ്ങനെ പിന്നെ എന്തായാലും ഓളെടുത്തപ്പോൾ ഓൾക്ക് ഭയങ്കര പേടി. അപ്പോൾ ഓളെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി വെള്ളം ഒഴുക്കുള്ളിടത്തേക്ക് ഓളെ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അതിന് ഓൾ കിടന്നിങ്ങനെ കുത്തിമറിയാണ്. അതിൽ പിന്നെ ഓളെ ഏട്ടത്തി പറഞ്ഞാൽ വേണ്ട അങ്ങോട്ട് കൊടുന്നാളേറട്ടാ. ഏട്ടത്തിക്ക് പേടി ആ ഒഴുക്കിൽ കൂടി ഓളെ ചെരുപ്പ് പോകുമെന്നുള്ള പേടി കേട്ടോ. അപ്പോൾ മറ്റേ കാല് പൊന്തിച്ച് പിടിച്ചേട്ടാ ചെരുപ്പ് പോയിച്ചിട്ട്. അങ്ങനെ ഓളെ ഞാനവിടെ കരക്ക് കയറ്റി കൊടുത്തിട്ട് ഞാൻ ആ പാലൊന്നല്ല കേട്ടോ ഇരിക്കണൊരു സംഭവം അതിൻ്റെ അടിയിൽ കൂടെ പോവാട്ടോ. ഞാൻ പോയപ്പോൾ ഓൾക്ക് എൻ്റെ വെയ്ത്താനം പോരാ കേട്ടോ. പക്ഷെ ഓൾക്ക് വെള്ളം ഇട്ട പേടിയാണ്. കുറച്ച് ആയുള്ള സ്ഥലമാകുമ്പോൾ ഓൾക്ക് പേടിയാണ്. പിന്നെ അങ്ങനെ കയറിയിട്ട് ഞാൻ പിന്നെ അതിൻ്റെ മേലൊക്കെ കയറിയിരുന്നേ. പിന്നെ ഇങ്ങനെ ഇതാട്ടാ മദ്രസ് കടന്നമുട്ടിക്കത്ത്. അതായത് എൻ്റെ ഉപ്പീട്ടൊക്കെ പഠിച്ചിരുന്ന മദ്രസ കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിലാണ് ഈ തോട് വരുന്നത്. പിന്നെ തോട്ടിൽ നിന്ന് ഞങ്ങൾ പിന്നെ അങ്ങനെ നേരെ കുളത്ത് പോവാട്ടെ. അപ്പോൾ ഞങ്ങളിവിടെ ആദ്യം രാവിലെ കുളം കണ്ടു വന്ന് പോയതേന്ന് കേട്ടോ. പക്ഷെ ഉമ്മാടൊട്ടും പറയരുത് അറിഞ്ഞിട്ട് കാരണം തോട്ടുകാരന് പെരയിന്ന് പോകുന്നതല്ലേ. അങ്ങനെ പിന്നെ കുളം കണ്ടിട്ട് നേരെ തോട്ടിൽ പോയി കേട്ടോ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ സത്യത്തിൽ തോട്ടിൽ ചാടാച്ചിട്ട് പോയതേന്ന്. പിന്നെ തോട്ടിൽ വെള്ളമില്ലാത്ത കാരണം പിന്നെ അവിടെ ചാടിയിട്ട് കാര്യമില്ലല്ലോ, തവളാപ്പട്ടൻ്റെ മാതിരിയാവും. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെ കുളത്തേക്ക് തന്നെ പോരാന്നൊക്കെ കരുതി പ്ലാൻ ഇട്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ അമ്മയും മൂത്തമ്മയും എല്ലാവരും കൂടി വന്നിട്ട് കുളം ചാടാൻ പോകാൻ വേണ്ടിയിട്ടും. ഓല് ഇതേമാതിരി തോട്ടിൽ വെള്ളം ഇല്ലെങ്കിൽ കുളത്തേക്ക് വെച്ചിട്ട് വന്നു തന്നെയാണ്. അപ്പോൾ തോട്ടിൽ വെള്ളം ഇല്ലയെന്ന് കണ്ടപ്പോൾ ഓലെന്താ കാട്ടി ഓലെല്ലാവരും കൂടി മൂത്താപ്പൻ്റെ മോൻ്റെ കാറിൽ ഒരു കുളത്ത് പോയിന്ന്. ഞങ്ങൾ പിന്നെ വണ്ടി കഴുകലൊക്കെ കഴിഞ്ഞിട്ടാട്ടെ ഞങ്ങൾ കുളത്തേക്ക് പോയത്. അപ്പോൾ ഈ കുളത്തേക്ക് പോണ വഴിക്ക് എങ്ങനെയാ വെച്ചാൽ ചുറ്റോറും പാടത്തിൻ്റെ നടുക്കൊരു കുളമാട്ടോ. നല്ല രസമായിട്ട് കാണാനും. കുളത്തിൻ്റെ സൈഡിലൊരു തോടും പോകുന്നുണ്ട് കേട്ടോ. ഈ തോട്ടിൽ കുട്ടികളൊക്കെ കളിച്ചണൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത്യാവശ്യം കുണ്ട് വെച്ചാൽ വലിയ കുണ്ടൊന്നും ഇല്ല കേട്ടോ. വെള്ളം കമ്മിയായ കാരണം ഇങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ നീന്തി പഠിച്ചാൻ പറ്റിയൊരു സ്ഥലം. ഇവിടെയൊക്കെ തീരെ ഇല്ല കേട്ടോ. ആ കുട്ടികളൊന്നും എടുത്ത് പിന്നെ ആയുണ്ടായിന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുളത്തേക്ക് എത്തിയിട്ടാ. ഞങ്ങൾ ചെന്നപ്പോൾ ഓല് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിയൊക്കെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ വണ്ടിയൊക്കെ കഴുകിയാണ്ട് എത്തിയപ്പോൾ ഒരു നേരം ഇരിക്കണം കേട്ടോ. പിന്നെ എല്ലാവരും കാട്ടും ബേജാറ് എനിക്കായിരുന്നു കേട്ടോ വെള്ളത്തിൽ ചാടാൻ. കാരണം എന്താ വെച്ചാൽ ഓൽക്കൊക്കെ ഇവിടെ ചുറ്റോറും കുളവും തോടൊക്കെ ഉണ്ടായതുകൊണ്ട് ഓൽക്ക് പിന്നെ വലിയ വില ഇല്ല കേട്ടോ. ഞാനാണെങ്കിൽ തിരൂരിൽ നിന്ന് നിൽക്കാൻ വരുമ്പോഴൊക്കെ ഈ കുളവും തോടൊക്കെ ചാടാൻ പോകുന്നുണ്ട് കേട്ടോ.
പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വർഷക്കാലത്തല്ലേ പോവുള്ളൂ. പിന്നെ നമ്മൾ വേനൽ ടൈമിലൊന്നും വരുമ്പോൾ വല്ലാതെ വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഇമ്മീട്ടും പറഞ്ഞയക്കൂല. ഇപ്പോൾ വെള്ളമുള്ള കാരണം ഇമ്മീട്ടും പറഞ്ഞയച്ചും ചെയ്തു. ഓൽക്കും കുളം കാണാനായിട്ട് ഓലും വൈത്താലം കൂടിയിരിക്കണേ. അപ്പോൾ പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് നീന്താൻ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചാടി തുള്ളി മണ്ടിയതട്ടെ. പിന്നെ എനിക്കും എൻ്റെ അനിയനെ നീന്താൻ അറിയുള്ളൂ കേട്ടോ. ഓൽക്കൊന്നും നീന്താൻ അറിയില്ല. പിന്നെ എൻ്റെ അമ്മാക്കൂട്ടൊക്കെ അറിയാം. പക്ഷെ ഓലൊന്നും വെള്ളത്തിൽ ഇറങ്ങണില്ല കേട്ടോ. ഓലൊക്കെ കരക്ക നോക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ മൂത്തമ്മയും ഉമ്മയും ഓലെല്ലാവരും അവിടെ എത്തിയിരുന്നു. ഓല് കാറിലും ഞങ്ങൾ ഓട്ടോറിക്ഷയിലായിരുന്നു വന്നിരുന്നു. അങ്ങനെ പിന്നെ ഓലൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിരുന്നു കേട്ടോ. പിന്നെ ഏട്ടാ ഞങ്ങൾ എത്തിയത്. അങ്ങനെ പിന്നെ ഞാൻ ചാടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാട്ടെ ഞാൻ ചാടണ കാണാനായിട്ട് എൻ്റെ മൂത്തമ്മ ബാക്കിലൊന്നും ഉന്താൻ നോക്കിയതാട്ടോ. പക്ഷെ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ച് പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചാണ്ട് ചാടിയിട്ടാ. പിന്നെ എൻ്റെ ആ വലിയ അനിയന് അതിൻ്റെ മേലെ കയറിക്കിട്ടട്ടെ. എനിക്ക് അവിടുന്ന് ചാടാൻ വേണ്ടിയിട്ടേന്ന്. അപ്പോഴൊക്കെ ഞാൻ വെള്ളത്തേക്ക് എത്തിയിട്ടാ. പിന്നെ മുണ്ടൊക്കെ ചുറ്റിയിട്ടായിരുന്നു വെള്ളത്തേക്ക് ചാടിയിരുന്നു. വെള്ളത്തിലെത്തിയോട് കൂടി മുണ്ട് വേറെ ഞാൻ വേറെ ആയിട്ടാ. പിന്നെ ആ മുണ്ട് വലിച്ച് തരേണ്ട അവസ്ഥയായി. പിന്നെ ഞാനും ആ പെരൻ്റെ മേലിൽ നിന്ന് ചാടിയിട്ടാ. പെര വെച്ചാൽ മോട്ടോർ പെര ഇട്ടാ. അതിൻ്റെ മേലിൽ നിന്ന് ഞാനും ചാടിയിട്ടാ. അങ്ങനെ പിന്നെ ചാടലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളി പറഞ്ഞാൽ വെള്ളത്തിൽ ചാടിക്കളി അതിട്ടാ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളും തിരിച്ചു പോരട്ടെ. എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ. നീന്താൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആ വെള്ളത്തിൽ തുള്ളിച്ചാടി നടക്കാനൊരു രസമാണല്ലോ. പിന്നെ എനിക്കും എൻ്റെ അനിയനും നല്ല മുതലായിക്കുണ്ട്. കാരണം ഞങ്ങൾ ചാടി മുതലാക്കിക്കണം കേട്ടോ. ഇതിനൊക്കെയുള്ള റിസൾട്ട് പെരയിലെത്തുമ്പോൾ ഔട്ടാക്കാണ് കാൽവേദനയും കൈവേദനയൊക്കെ ആയിട്ട് 2 ദിവസം കാൽവേദനയും കൈവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം ആ മോട്ടോർ പെരൻ്റെ മേലിൽ നിന്ന് ചാടിയിട്ടൊന്നുമല്ല, അവിടെയുള്ള ഇതുണ്ടല്ലോ പടവ്, ആ പടവുമ്മ ചവിട്ടി പിടിച്ച് കയറിയിട്ട് ആ മതിൽമൊക്കെ കയറുന്നിട്ട് ആ മതിൽമെന്ന് ചാടുക. അങ്ങനെയൊക്കെ ചാടിയിട്ട് 2 ദിവസം കാൽവേദന എന്നിട്ട് ഇപ്പോൾ ശരിയായിട്ടാണ്. പിന്നെ തോട്ടിൻ്റെ അവിടെ ആ ആയുള്ള ഭാഗം എത്തിയപ്പോൾ ഇങ്ങനെ വലിയ ആയൊന്നുമില്ല കേട്ടോ. ചെറിയ കുട്ടികൾക്ക് നീന്തക്കൊക്കെ പഠിച്ചാൻ പറ്റിയൊരു ഇത് കേട്ടോ. അവിടെ എത്തിയപ്പോൾ കുട്ടികളൊക്കെ നീന്തുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഇറങ്ങാനൊക്കെ പൂതി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഓട്ടോറിക്ഷ ഒക്കെ കഴുകാൻ ആൾക്കാർ വന്ന കാരണം ഞങ്ങൾക്ക് മടിയായിട്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ പോന്നു. ഞങ്ങൾ അനിയൻ്റെ കൂടെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങളാക്കത്തിൽ നിന്നിട്ടാ. ഇമ്മീട്ടും കാറിലേന്ന്. അങ്ങനെ ഞങ്ങൾ 2 വണ്ടി ആയിട്ട് എന്നിട്ടാണ് വന്നിരുന്നു. പിന്നെ 2 വണ്ടിക്ക് വന്ന കാരണം ആദ്യം ഓല് പോയിട്ട് പിന്നെ ഓല എത്താലും ഞങ്ങളും പോന്നിട്ടാ. പിന്നെ അങ്ങനെ എത്തിയാൽ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ കേട്ടോ. കുളം ചാടലും തോട് ചാടലൊക്കെ ആയിട്ട് ഇവിടെ വരുമ്പോഴല്ലേ നമുക്ക് അങ്ങനെ ചാടലും തുള്ളലൊക്കെ നടക്കുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം.